എല്ലാ മതങ്ങൾക്കും അവരുടേതായ ധ്യാനം നടത്താനായിട്ട് ഒരു സാഹോദര്യ സ്നേഹം എന്ന നിലയിൽ ചെയ്യണം എന്ന് മനസ്സിലൊരു ആശയം തോന്നി. എല്ലാവരും പണിയുമ്പോൾ ഞാനും കൂടെ പണിയും, അങ്ങനെ ഉള്ളൂ. ഞാൻ പെരുമ്പാവൂർ തന്നെയാണ്. ഇതിങ്ങനെ യൂട്യൂബിലൊക്കെ കണ്ടിങ്ങനെ വന്നതാണ്. അപ്പോൾ ഇത് വന്നപ്പോഴാണ് ഇത്രയും സംഭവം ഇവിടെ ഉണ്ടെന്നുള്ളത് അറിഞ്ഞത്. തീവ്രവാദവും മയക്കുമരുന്നും നമ്മളെ വിട്ട് പോകാൻ ബുദ്ധിമുട്ടുള്ള രണ്ട് രോഗങ്ങളാണ് ശരിക്കും പറയുന്നത്. അപ്പോൾ അതിൽ നിന്നെല്ലാം കുറച്ചെങ്കിലും ആളുകൾക്ക് ഒരു ബോധോദയം ഉണ്ടാവണം, തിരിച്ചറിവുണ്ടാവണം. നാം ജീവിക്കേണ്ടത് അങ്ങനെയല്ല. മഹാത്മ്യമായിട്ട് വലിയൊരു മഹത്വമായിട്ടാണ് കാണുന്നത്, ഒരു അത്ഭുതമായിട്ടാണ് നമുക്ക് കണ്ടത്. നമസ്കാരം. ലോകത്തിലെ ഏറ്റവും ചെറിയ മുസ്ലിം പള്ളിയുടെ മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എറണാകുളം കോതമംഗലം അള്ളുങ്കൽ പാച്ചേറ്റി എന്ന സ്ഥലത്താണ് പള്ളി സ്ഥിതി ചെയ്യുന്നത്. പള്ളിയുടെ പേര് മസ്ജിദ് അൽ മുബശ്ശിരീൻ എന്നാണ്. ഈ പള്ളി ഭൂമിക്കടിയിലേക്ക് ഏകദേശം 22 അടി താഴ്ചയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആകെ 80 സ്ക്വയർ ഫീറ്റിന് താഴെയാണ് വലിപ്പവും. എന്തായാലും ഈ പള്ളിയുടെ വിശേഷങ്ങളാണ് ഇന്ന് മറുനാടനിൽ. പള്ളിയുടെ കവാടത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇനി നമുക്ക് താഴേക്ക് ഇറങ്ങണം. തുരങ്കമാണ്. ഇവിടെ സ്റ്റെപ്പുകളുണ്ട്. സ്റ്റെപ്പുകൾ വഴിയിട്ട് തലേന്ന് മുട്ടാതെ താഴേക്ക് ഇറങ്ങണം. താഴേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് ഇവിടെ 2 വഴികളാണുള്ളത്. ഇടത്തേക്ക് പോയി കഴിഞ്ഞാൽ പള്ളിയിലേക്ക് പോകാം, വലത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ധ്യാന പീഠങ്ങളൊക്കെയാണ് ഉള്ളത്. ആദ്യം നമുക്ക് പള്ളിയിലേക്ക് പോകാം. അപ്പോൾ ഈ കുഞ്ഞു പള്ളിയുടെ വിശേഷങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുവാനായിട്ട് ഈ പള്ളി നിർമ്മിച്ച ബാബ യൂനുസ് ഷാ നമ്മോടൊപ്പം ചേരുകയാണ്. ബാബ, എങ്ങനെയാണ് ഇത്തരത്തിലൊരു പള്ളി പണിയാനിടയായ ഒരു സാഹചര്യം? എനിക്ക് ധ്യാനമിരിക്കാൻ സൂഫി മേഖലയിൽ ആത്മീയമായി യാത്ര ചെയ്യുന്നവരാണ് സൂഫികൾ. അപ്പോൾ അതിനൊരു മെഡിറ്റേഷൻ സിസ്റ്റമുണ്ട്, ധ്യാനം. അപ്പോൾ എനിക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ധ്യാനം ഇരിക്കാൻ ഒരു പീഠം ഉണ്ടാക്കാൻ തീരുമാനിച്ചതാണ് ആദ്യം. അതങ്ങനെ തുടങ്ങി അത് ഒരു പൂർത്തിയായി കഴിഞ്ഞപ്പോഴത്തേക്കും അത് മറ്റുള്ളവർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ കുറച്ചും കൂടി വിപുലീകരിച്ചിട്ട് കുറച്ചും കൂടി ഉണ്ടാക്കാൻ. അപ്പോൾ എല്ലാ മതങ്ങൾക്കും അവരുടേതായ ധ്യാനം നടത്താനായിട്ട് ഒരു സാഹോദര്യ സ്നേഹം എന്ന നിലയിൽ ചെയ്യണം എന്ന് മനസ്സിലൊരു ആശയം തോന്നി. അങ്ങനെ ബാക്കിയൊക്കെ കുറേ ഉണ്ടാക്കി, 8-9 എണ്ണത്തോളം ഉണ്ടാക്കി. പിന്നെ തോന്നി ചെറിയ പള്ളി ഉണ്ടാക്കിയാൽ കൊള്ളാമെന്ന്. അങ്ങനെ 1 കൊല്ലം വെയിറ്റ് ചെയ്ത് മഴയൊക്കെ പെയ്ത് നല്ലോണം മഴ പെയ്ത് എവിടെ വെള്ളം വരും എവിടെ വെള്ളം വരില്ല എന്നൊക്കെ കണ്ട് ഈ ഭാഗത്ത് നല്ല സ്ഥലമായിട്ട് അപ്പോൾ ഇവിടെ ഒരു ചെറിയ പള്ളി ഉണ്ടാക്കാൻ തീരുമാനിച്ചു. എനിക്ക് നമസ്കരിക്കാൻ എനിക്കും പിന്നെ ഇവിടെ വരുന്നവർക്കൊക്കെ നമസ്കരിക്കാം. അങ്ങനെയാണ് ഈ പള്ളിയിലേക്ക് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ആശയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരു ബോധോദയം ഉണ്ടാവട്ടെ. വന്ന് ഓരോരുത്തർ വരുമ്പോൾ അവരോട് സംസാരിക്കുമ്പോൾ ഒരു പുതിയ ആശയം അല്ല, പഴയ ആശയം തന്നെയാണ്. എല്ലാവരും ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതും ശ്രീ കരുണാകര ഗുരു പറഞ്ഞതും അങ്ങനെ ശ്രീനാരായണ ഗുരു പറഞ്ഞ എല്ലാം ഒരേ ആശയമാണ്. ദൈവം ഒന്നേ ഉള്ളൂ എന്നുള്ളൊരു ആശയമാണ് എല്ലാവരും. അങ്ങനെ ഒരു ആശയം എല്ലാത്തിലേക്ക് എത്തിക്കാം, എല്ലാവരിലേക്കും എത്തിക്കാം.
ആ ഉദ്ദേശത്തോടു കൂടി ചെറുതായി ഇങ്ങനെ തുടങ്ങി ഇതേപോലെ ഇത്ര മനോഹരമായിട്ട് പ്രതീക്ഷിക്കാത്ത രീതിയിൽ തന്നെ ഇതൊരു മനോഹരമായ പള്ളിയാണെന്ന് എല്ലാം കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ബോധ്യമായി. എല്ലാവരും വളരെ അത്ഭുതത്തോടു കൂടിയാണ് ഇവിടെ വന്ന് എല്ലാം കാണുന്നതും. ഒത്തിരി ആളുകൾ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, ഒരുപാട് ചാനലുകളും. വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒന്ന് ചെയ്യാൻ കഴിഞ്ഞതിലും. ഇതെല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ ലോകാവസാനം വരെ നിലനിൽക്കാൻ പോകുന്നതാണൊന്ന്. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഈ ആശയവും, ഇപ്പോൾ ഞാൻ പോയാലും എൻ്റെ മക്കളായാലും അവരുടെ മക്കളായാലും ലോകാവസാനം വരെ ഈ ആശയം ഇവിടെ നിലനിൽക്കണം. ഇതിലേക്ക് ആളുകൾ വരണം, ഈ ചിന്താഗതി വളരണം. ഇവിടെ ഇന്നിപ്പോൾ ഈ ലോകത്ത് വെച്ചിട്ട് ഏറ്റവും മാരകമായ 2 അപകടങ്ങളാണ്. ഒന്ന് ഈ വർഗീയതയും, മറ്റൊന്ന് തീവ്രവാദം, ഈ മയക്കുമരുന്ന്. തീവ്രവാദവും മയക്കുമരുന്നും നമ്മളെ വിട്ട് പോകാൻ ബുദ്ധിമുട്ടുള്ള 2 രോഗങ്ങളാണ് ശരിക്കും പറഞ്ഞത്. അപ്പോൾ അതിൽ നിന്നെല്ലാം കുറച്ചെങ്കിലും ആളുകൾക്ക് ഒരു ബോധോദയം ഉണ്ടാവണം, തിരിച്ചറിവുണ്ടാവണം. നാം ജീവിക്കേണ്ടത് അങ്ങനെയല്ല. അങ്ങനെയൊക്കെ ഒത്തിരി എനിക്ക് നല്ലതെന്ന് തോന്നിയ ഒരു ആശയങ്ങളെ ഇവിടെ സംഭാവന ചെയ്യണം എന്ന് ഉള്ള ഉദ്ദേശത്തിലാണ് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്. ഇത് എത്ര ദിവസം കൊണ്ടാണ് പണി പൂർത്തീകരിച്ചത്? എത്രത്തോളം രൂപ ചിലവായിട്ടുണ്ടാവും? ഇതിന് രൂപ എന്ന് പറയാനായിട്ട് ഇപ്പോൾ ഈ മസ്ജിദ്, ഈ പള്ളി ഉണ്ടല്ലോ, ഈ പള്ളിയുടെ ഈ കൺസ്ട്രക്ഷൻ മാത്രമേ ഉള്ളൂ നമുക്ക് പൈസ ചിലവ് വന്നിട്ടുള്ളൂ. ബാക്കി ഇതിന് രൂപ ഉണ്ടാക്കിയെടുത്ത ഈ തുരങ്കം ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തതൊന്നും പൈസക്കല്ല. ഇതെല്ലാം എൻ്റെ ശിഷ്യന്മാർ 14ഓളം പേര് വരുന്ന ശിഷ്യന്മാർ ആഴ്ചയിലൊരു ദിവസം, ഒരു ഞായറാഴ്ച വന്ന് കൊണ്ടിട്ട് അവർ കാലത്ത് വരും, കണ്ട് ചെയ്യും. വൈകുന്നേരം 1 മഗ്‌രിബൊക്കെ ആകുമ്പോൾ അവർ പോകും. അങ്ങനെ ആണ് ഇത് ആക്കിയിട്ട് 14 പേര്. അപ്പോൾ 14 പേരും ഒരു ഞായറാഴ്ച ഉണ്ടാവില്ല, 8 പേര് 9 പേരൊക്കെയാണ് സാധാരണ ഉണ്ടാവാറ്. അതിങ്ങനെ റൊട്ടേഷനായിട്ട് ഓരോരുത്തർ വരും. അവരെല്ലാവരും ജോലിക്കാരാണ്. ഓരോ ലേബർ ശിഷ്യന്മാർ ഒരു ദിവസമാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരാളാണിത്. ബാബയുടെ മകനാണ്. മകനാണ്. സ്വതക്കത്തുള്ളവർക്കാതിരി മോനെ ഈ പള്ളിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ സംഭാവനകൾ ചെയ്തു? അങ്ങനെ ചോദിച്ചാലൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെ എല്ലാവരും പണിയുമ്പോൾ ഞാനും കൂടെ പണിയും. അങ്ങനെ അങ്ങനെ ഉള്ളൂ. വേറെ ഒന്നും ഞാനങ്ങനെ ചെയ്തിട്ടില്ല. മണ്ണൊക്കെ എടുത്ത് മാറ്റാനും ഒക്കെ സഹായിച്ചു. വേറെ ഒന്നും അങ്ങനെ ചെയ്തിട്ടില്ല. പൈസയെക്കാളിലും വലുതാണല്ലോ നിർമ്മിക്കാൻ വേണ്ടി നമ്മളെടുക്കുന്ന ഒരു പ്രയത്നം അല്ലേ? മോനെ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 3rd ശോഭന പബ്ലിക് സ്കൂൾ. അപ്പം ഇങ്ങനൊരു ആശയം പറഞ്ഞപ്പോൾ അങ്ങയുടെ ശിഷ്യന്മാരെന്താണ് പറഞ്ഞത്? അവർക്ക് ആദ്യം ഇങ്ങനെ അവരൊന്ന് എല്ലാ സാധാ പണിക്കാരും ഓഫീസേഴ്സും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ പറഞ്ഞത് നമുക്കിത് തുറക്കണം, എനിക്കിങ്ങനെ ഇരിക്കണം, നമുക്കൊരു ഗുഹ പോലെ ഉണ്ടാക്കണം എന്ന് പറയുമ്പോൾ ഇവർക്ക് ഭയങ്കരമായ അത്ഭുതം തോന്നി. കാരണം അവർ മനസ്സിൽ പോലും പറ്റാത്ത സംഭവമുള്ളൂ. അപ്പം ഞാനൊരു ധൈര്യം കൊടുത്ത്, അവർ വലിയ വിശ്വാസമൊന്നും ഇല്ലാണ്ടാണ് ഞാൻ പറഞ്ഞല്ലോ എന്നുള്ള സമർപ്പണബോധത്തോടുകൂടി അവർ സ്റ്റാർട്ട് ചെയ്ത്. ഞാൻ പറഞ്ഞു നിങ്ങൾ ചെയ്യുക. അപ്പോൾ ആദ്യം ഞാൻ കൈകൊണ്ട് കുത്തി, എൻ്റെ ഫോട്ടോസൊക്കെ വീഡിയോസൊക്കെ ഉള്ളിയും ചിറ്റിയും കൊണ്ട് കൈകൊണ്ട് കുത്തി തുടങ്ങി. കുറച്ച് പോന്ന് പിക്കാസായി. അപ്പോൾ തോന്നി നടക്കില്ല, കാരണം പാറയാണ്, നല്ല ഉറച്ച പാറകളാണ്. പിന്നെയാണ് നമ്മൾ അഭിപ്രായം മാറ്റി മറ്റേ ഇതുണ്ടല്ലോ ജാക്കാമ, അത് വാങ്ങി. അത് ആദ്യം ഒരെണ്ണം വാങ്ങി, പൈസ ഇല്ലായിരുന്നു. അപ്പോൾ ഉള്ള പൈസക്ക് ഒരെണ്ണം വില കുറഞ്ഞതാണ് വാങ്ങിയത്. ഇവിടെ കൊണ്ടുവന്നപ്പോൾ മനസ്സിലായി അത് തോറ്റുപോയി. അപ്പോൾ പിന്നെ പൈസ സംഘടിപ്പിച്ചിട്ട് അത് കൊടുത്തിട്ട് നല്ലത് വാങ്ങി, ബോഷിൻ്റെ വാങ്ങിയപ്പോഴാണ് ഇത് നമുക്ക് ചെയ്യാൻ സാധിച്ചത്. ആ മിഷൻ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ കുറച്ചൊരു 4 അടി അകത്തേക്ക് കയറി കഴിയുമ്പോൾ എല്ലാവർക്കും ഉഷാറായി. പിന്നെ അവർ എന്താ പറയണ, അവരല്ലാതായിപ്പോയി. വേറെ എന്തോ ഒരു ശക്തി അവരിലേക്ക് ആവാഹിച്ചെടുത്തതുപോലെയുള്ള പണിയായിരുന്നു. ആ കാണുന്നതൊക്കെ ഭയങ്കര പാറയായിരുന്നു. ആ സൈഡിലൊക്കെ അതിൻ്റെ കുറച്ച് പാറ അവിടെ നിർത്തിയിട്ടുണ്ട് കാണാൻ. അതൊന്ന് കൊത്തി മിനുക്കിയെടുത്ത് അതുമ്പോൾ ഡേറ്റ് കൊത്തണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി നിർത്തിയിരിക്കുന്നു. ഇപ്പം ആദ്യം അകത്തേക്ക് കയറി വരുമ്പോൾ മുതലുള്ള കാര്യം ഒന്ന് പറഞ്ഞുതരാം. അപ്പം വലത്തേക്ക് ഇടത്തേക്ക് 2 വഴികളാണുള്ളത്. അപ്പം നമുക്ക് തുടക്കം മുതൽ പറയാം, അകത്തേക്ക് കയറി വരുമ്പോൾ മുതൽ. നമ്മൾ അവിടെ നിന്ന് കയറി വന്നാൽ നമുക്ക് ആദ്യം കാണാൻ സാധിക്കുന്ന ഒരു വെൽക്കം ബോർഡാണ്. 3 മതസ്ഥരുടെയും സിമ്പിളുകൾ വെച്ചിട്ടുള്ള ചിഹ്നങ്ങൾ വെച്ചിട്ടുള്ളൊരു വെൽക്കം ബോർഡ്. ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹി എന്നാണ് ഈ ഹ ഹു ഹീയുടെ ഫുൾ സാരം.
അതിൻ്റെ കോഡാണ് അതിൻ്റെ എന്നുള്ളത്. അത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഏത് മതങ്ങളിലും ഉള്ളത് ഒരു ദൈവമാണ്, ഏക ഇലാഹാണ്. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏത് മതമെടുത്താലും ഏക ഇലാഹ, ആ ഇലാഹിനെ കൂടാണ്ട് ഒരു മതവും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അത് വരുന്ന ആളുകൾക്ക് അത് കാണുമ്പോൾ തന്നെ നല്ല മനസ്ഥിതിയുള്ളവർക്ക് ഒരു സന്തോഷം ഉണ്ടാകും. ഇത് നമുക്ക് എല്ലാവർക്കും പോസിബിൾ, അവകാശപ്പെട്ട എല്ലാവർക്കും അവകാശപ്പെട്ട. അവിടെ നമ്മൾ വന്ന് നമ്മൾ വലത്തേക്ക് പോയി കഴിഞ്ഞാൽ പീഠങ്ങളാണ്. മനസ്സിലാവും. അത് 9ഓളം പീഠങ്ങളുണ്ട്. ഈ പീഠങ്ങൾ എല്ലാ മതങ്ങൾക്കും ഉപയോഗിക്കാൻ പറ്റും. ക്രിസ്ത്യൻ ആവട്ടെ, ഹിന്ദു ആവട്ടെ, മുസ്ലിം ആവട്ടെ. മുസ്ലിങ്ങളുണ്ട് ധ്യാനം ഇരിക്കുന്നവരും സൂഫിസത്തിൽ, അവർക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. അവരാണ് ആ ഭാഗങ്ങളിൽ അത്ര സ്ഥലങ്ങളുണ്ട്. അവിടെ നിന്ന് നമ്മൾ ഇടത്തേക്ക് തിരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വരുന്ന വഴിയാണിത് നേരെ മസ്ജിദിലേക്ക് വരുന്നത്. അവിടെ നിന്ന് വരുമ്പോഴാണ് നേരെ മസ്ജിദ് കാണുന്നത്. ഇവിടെ എത്ര പേർക്ക് നിസ്കരിക്കാനുള്ള സൗകര്യമുണ്ട്? ഇവിടെ ജമാഅത്തായിട്ട് 10 ആളുകൾ, 10 പേർക്ക് നിസ്കരിക്കാം. കറക്റ്റായിട്ട് തിക്കില്ലാതെ 10 പേർക്ക് നമസ്കരിക്കാനുള്ള സൗകര്യമാണ് ഇത്. ലോകത്തിലെ ഏറ്റവും ചെറിയ പള്ളിയാണ്. ഗൂഗിൾ അടിച്ചു പോയി കഴിയുമ്പോൾ നമുക്ക് കിട്ടിയത് ഹൈദരാബാദുള്ളൊരു മോസ്കാർന്ന് ജിന്നു മോസ്ക് എന്ന് പറയുന്ന മോസ്കായിരുന്നു. അത് 110 സ്ക്വയർ ഫീറ്റാണ്. അപ്പോൾ കണക്കിൽ അതിലും കുറവാണ്. നമ്മൾ 80 സ്ക്വയർ ഫീറ്റിലും താഴെയുള്ളൂ ഈ പള്ളി. ഇതിനൊരു അവാർഡൊക്കെ കിട്ടിയെന്ന് കേട്ടു. ക്യാമൽ അവാർഡ് എന്ന് പറയുന്ന അറേബ്യൻ ഇൻ്റർനാഷണൽ അവാർഡ് നമുക്ക് കിട്ടി. അത് അവരിവിടെ വന്നു ഇതിൻ്റെ മെഷർമെൻ്റൊക്കെ എടുത്തിട്ടാണ് നമുക്ക് തന്നത്. UAE ബേസ് ചെയ്തിട്ടുള്ള ഒരു ഇതാണ്. അപ്പോൾ അവരിവിടെ വരുന്നത് നമുക്ക് തരികയാണ് ചെയ്ത്. കോഴിക്കോട് എയർപോർട്ട് റോഡിൽ വന്ന് നമുക്ക് തന്നു. എന്തായാലും ബാബ യൂനുസ് ഷാ ചെയ്തിരിക്കുന്നത് വലിയൊരു സംഗതി തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം മതമൈത്രി വിളിച്ചോതുന്ന തരത്തിലാണ് അദ്ദേഹം ഈ ഒരു പള്ളി പണി കഴിപ്പിച്ചിരിക്കുന്നത്. ഭൂമിക്കടിയിലേക്ക് വരുമ്പോൾ എല്ലാ മതസ്ഥർക്കും ധ്യാനമിരിക്കാനുള്ള ഒരു സൗകര്യവും അദ്ദേഹം ഒരുക്കിയിട്ടുണ്ട്. പിന്നീട് മസ്ജിദിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ 10ഓളം പേർക്ക് ഒരേ സമയം നിസ്കരിക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. പിന്നെ അതുമാത്രമല്ല, ഒരു സംഘടനയുണ്ട്. ആ സംഘടനയുടെ കീഴിൽ നിർധനരായ ആളുകൾക്ക് സഹായവുമൊക്കെ നൽകി വരുന്നുണ്ട് ബാബയും ബാബയുടെ അനുയായികളും. കേരളത്തിന് വലിയൊരു മാതൃകയാണ്. ഏറ്റവും ചെറിയ പള്ളി, അതും നമ്മുടെ എറണാകുളം ജില്ലയിലാണ് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. പെരുമ്പാവൂരിൽ നിന്നും പള്ളി സന്ദർശിക്കുവാനും എത്തിയ കുറച്ച് ആളുകൾ എത്തിയിട്ടുണ്ട്. ഞങ്ങൾക്ക് കൂടപ്പുറപ്പുകളാണ്. എൻ്റെ പേര് സുലൈമാൻ, പെരുമ്പാവൂർ ടൗൺ തന്നെയാണ്, കണ്ണന്തറ മാലം. എൻ്റെ പേര് സിദ്ദീഖ്, കണ്ണന്തറ മാലിൽപ്പെട്ടാണ്. പെരുമ്പാവൂരടുത്ത് കണ്ണന്തറ മാലിൽ ഏറ്റവും വലിയ മാലിലാണ് കണ്ണന്തറ. അവിടെ അഹമ്മദ് ഉണ്ണി, കണ്ണന്തറ. എൻ്റെ പേര് കുഞ്ഞു മുഹമ്മദ്. എൻ്റെ വീടും കണ്ടന്തരയാണ്. കണ്ടന്തര മഹലിൽ പള്ളിയുടെ അടുത്താണ് വീട്. നമുക്കിത് വലിയൊരു മഹാത്മ്യമായിട്ട്, വലിയൊരു മഹത്വമായിട്ടാണ് കാണുന്നത്. ഒരു അത്ഭുതമായിട്ടാണ് നമുക്ക് കണ്ടത്. ഇത്രയും വലിയൊരു സംഭവം ഇവിടെ ഉള്ളത് നമ്മളെ കൂട്ടുകാരൻ സിദ്ദീഖ് പറഞ്ഞപ്പോഴാണ് ഇതറിയുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് വലിയൊരു അത്ഭുതമായിട്ടാണ് തോന്നി. ഞങ്ങൾ ഇങ്ങനെ മൊബൈൽ വഴിയൊക്കെ കണ്ടറിഞ്ഞ് ഇൻസ്റ്റഗ്രാമിലൊക്കെ അറിഞ്ഞ് കയറി വന്നതാണ്. വളരെ ഇഷ്ടപ്പെട്ടു. ഇവിടെ വന്നപ്പോൾ ഇത് വലിയ വന്നില്ലാത്തൊരു തീരെ നഷ്ടമായി പോകാനെന്ന് തോന്നി. വളരെ എനിക്കൂടെ അപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ പെരുമ്പാവൂർ തന്നെയാണ്. ഇതിങ്ങനെ യൂട്യൂബിലൊക്കെ കണ്ടിങ്ങനെ വന്നതാണ്. അപ്പോൾ ഇത് വന്നപ്പോഴാണ് ഇത്രയും സംഭവം ഇവിടെ ഉണ്ടെന്നുള്ള അറിഞ്ഞത്. ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇത് ഇങ്ങനെ ഒരു ഗുഹയുടെ ഉള്ളിലൊരു പള്ളി ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത്. എന്തായാലും കേരളത്തിന് വലിയൊരു മാതൃക തന്നെയാണ് ബാബ യൂനുസ് ഷാ കാട്ടിത്തന്നിരിക്കുന്നത്. മതേതരത്വം എന്നാൽ ഇതുതന്നെയാണ്. മറ്റു മതസ്ഥർക്ക് പ്രാർത്ഥിക്കാനുള്ള ഇടവും ഇസ്ലാം മതസ്ഥർക്ക് പ്രാർത്ഥിക്കാനുള്ള സ്ഥലവുമൊക്കെ അടുത്തടുത്ത് തന്നെ അദ്ദേഹം നിർമ്മിച്ച് നൽകിയിരിക്കുകയാണ്. എത്ര നേരം വേണമെങ്കിലും ഇവിടെ ധ്യാനമിരിക്കാം ഏത് മതസ്ഥർക്കും. അത്തരത്തിൽ വലിയ സംവിധാനം തന്നെയാണ് ഇവിടെ ഈ ഭൂമിക്കടിയിൽ ഒരുക്കിയിരിക്കുന്നത്. വളരെ ശാന്തമാണ്, തണുപ്പുണ്ട്, വായു സഞ്ചാരവുമുണ്ട്. ചെറിയ പള്ളിയാണ്, 80 സ്ക്വയർ ഫീറ്റിൽ താഴെയാണ്. അങ്ങനെ ലോകത്തിലെ ഏറ്റവും ചെറിയ പള്ളി കേരളത്തിന് സ്വന്തമായിരിക്കുകയാണ്, എറണാകുളം ജില്ലയ്ക്ക്. കൊച്ചിയിൽ നിന്നും DK ദിലീപിനോടൊപ്പം R. പിയൂഷ്, മറുനാടൻ TV.